അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, മെഴുകുതിരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് മെഴുകുതിരിയുടെ പ്രവർത്തനങ്ങൾ? അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്നു എന്നുള്ളതാണ്. ആ മെഴുകുതിരിക്കറിയാം, ഞാൻ ഈ കത്തുന്നതോടുകൂടി ഈ ലോകത്ത് നിന്ന് ഞാൻ ഇല്ലാതായി പോവുകയാണ് എന്നറിയാം. അത് കത്തിക്കുന്ന നമുക്കും അറിയാം. അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു മെഴുകുതിരി നമ്മുടെ വീട്ടിലുണ്ട്. ആരാന്നല്ലേ? അവർ നമ്മുടെ ഉപ്പമാരാണ്. വീടിന് വേണ്ടി, സ്വന്തം കുടുംബത്തിൻ്റെ സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി അവർ സ്വയം എരിഞ്ഞു തീരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മളൊക്കെ ഉമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ മഹത്വങ്ങളും പ്രത്യേകതകളും പവിത്രതകളൊക്കെ പറയുമ്പോൾ അതിൽ പെടാതെ പോകുന്നൊരു വ്യക്തിയാണ് ഉപ്പ എന്നുള്ളത്. ഒരു ഉമ്മ തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ 10 മാസം ഗർഭം ചുമന്ന കഥകൾ നമ്മളാരും മറക്കാറില്ല. എന്നാൽ അവിടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ആ ഉമ്മ തൻ്റെ മകനെയോ അല്ലെങ്കിൽ മകളെയോ ഗർഭം ചുമന്ന് നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തൻ്റെ പിതാവ്, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ആ മകനെയോ മകളെയോ തൻ്റെ ശിരസിൽ ചുമക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ആ ഉപ്പയുടെ മരണം വരെ ഉപ്പ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിപ്പിച്ചു വിട്ടാലും തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാലും ആ ഉപ്പ ആ മക്കളെ തൻ്റെ ശിരസിലും മനസ്സിലുമായി കൊണ്ടു നടക്കുകയാണ്. അത് നമ്മളാരും അങ്ങനെ ഓർത്തു പോകാറില്ല. എപ്പോഴും നമ്മൾ ഉമ്മയുടെയും ഭാര്യയുടെയൊക്കെ മഹത്വം പറയുമ്പോൾ അതിൽ ഉൾപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ നമ്മളോട് ചിരിക്കാറുണ്ടാവില്ല, നമ്മളോട് തമാശ പറയാറുണ്ടാവില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ അവരുടെ സ്നേഹമെന്ന് പറയുന്നത് അളവിലും കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മുടെ ഉപ്പമാർ, ചില വീട്ടുകളിൽ ഉമ്മമാർ, എല്ലാവരും ഭാര്യമാർ ഒക്കെ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.